കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടതുപക്ഷ ഗവൺമെൻറ്റുള്ള പോര് നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അസംബ്ലിയിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം 1 മിനിറ്റ് 17 സെക്കൻഡോടെ അദ്ദേഹം വായിച്ച് തീർത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നിട്ടും പരസ്പരം മുഖം നോക്കാതെ ഇൻഡിപെൻഡൻറ്റ് പരേഡ് നമ്മൾ കണ്ടു. ഗവർണർ കൊട്ടാരക്കരയ്ക്ക് പോയപ്പം നിലമേൽ വെച്ച് തങ്ങളുടെ SFI DYFI കുട്ടികളെ ഇളക്കി വിട്ട് അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഗവർണർ അവിടെ ഇറങ്ങി, കുട്ടികളെ നേരിട്ടു. പോലീസ് വിഷമിച്ചു, അവരെ FIR എടുക്കാൻ പറഞ്ഞു. FIR ഞങ്ങൾ എടുത്തോളാം, ഗവർണർ പൊക്കോ, ഞങ്ങൾ FIR എടുത്ത് ഹാജരാക്കാം. അത് പറ്റില്ല എന്ന് പറഞ്ഞു. 2 മണിക്കൂറോളം ആ റോഡ് സൈഡിൽ കസേരയിട്ട് ഇരുന്ന് FIR എടുപ്പിച്ച് FIR ഇട്ട് അതിൻ്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞ് വായിച്ച് നോക്കി. താൻ ഉദ്ദേശിച്ച 124 IPC വകുപ്പ് ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും ഇന്ത്യയിലെ ഗവർണർമാരെയും തടയുകയോ യാത്രയ്ക്ക് ഭംഗം നേരിടുകയോ അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ 124 IPC പ്രത്യേക വകുപ്പുണ്ട്. അതനുസരിച്ച് 7 വർഷമോ 10 വർഷമോ തടവാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ദൃശ്യങ്ങൾ മതി, സാക്ഷികളൊന്നും വേണ്ട. അത് കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പം ദൃശ്യം നമുക്കറിയാം, സൈബർ ലോ അനുസരിച്ച് എവിഡൻസ് ആയിട്ട്, ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് തീർക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് ദൂഷ്യം ചെയ്യും. ഏതായാലും ഗവർണർ അവിടെ നിന്ന് FIR കണ്ടു. അവിടെ കൂടിയ 50ഓളം ആൾക്കാരുണ്ട്. 17 പേരെയോളം അറസ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളവരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ഡയറക്ഷനും കൊടുത്തു. നമുക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു FIR എടുക്കണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് തരണം. സ്ത്രീകളും കുട്ടികളും ആണ് പരാതിക്കാരെങ്കിൽ അവരുടെ വീട്ടിൽ പോയി മൊഴിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി FIR ഇട്ട് ആ FIRൻ്റെ കോപ്പി അവർക്ക് എത്തിക്കണമെന്നാണ് ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമത്തിലെ വ്യവസ്ഥ. ഗവർണർ അത് മാത്രമേ ചെയ്തുള്ളൂ. അദ്ദേഹം അവിടെ ഇരുന്നു, ഗവർണറാണ്, ഇവിടുത്തെ 1ാമത്തെ പൗരനാണ്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് കേസ് വേണമെന്ന് പറഞ്ഞു. കേസ് എടുത്തു. അവരെടുത്തുകൊണ്ട് ഞങ്ങൾ കോപ്പി ഹാജരാക്കാം. അത് സമ്മതിച്ചില്ല. പോലീസിൻ്റെ കളി പുള്ളിക്ക് അറിയാം. അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവും. ഇതിനു മുമ്പ് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയ സന്ദർഭത്തിൽ അദ്ദേഹം വെളിയിലിറങ്ങി, പേട്ടയിൽ വെച്ച് വെളിയിലിറങ്ങി. അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ വെച്ച് വെളിയിറങ്ങി. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പം 124 IPC 124 IPC സെക്ഷൻ ഇട്ടേ ഉള്ളൂ. പോലീസിൻ്റെ വേല അദ്ദേഹത്തിന് അറിയാം. ഏതായാലും ആ സെക്ഷൻ ഇടിയിച്ചു. അദ്ദേഹം FIRൻ്റെ കോപ്പി കൊണ്ടാണ് അവിടുന്ന് പോയത്. അദ്ദേഹം വളരെ ക്ലവറായ വ്യക്തിയാണ്. നിയമത്തെപ്പറ്റി നല്ല ബോധമുള്ള ആളാണ്. അതെങ്ങനെ നടപ്പാക്കണമെന്നും അറിയാം. ഇവിടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെക്കാട്ടിലും രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ ചാതുര്യം കൂടുതലുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് ഇവരെ പ്രതിരോധിക്കേണ്ടതെന്ന് ഇവരെക്കാട്ടിലും നല്ല രീതിയിൽ അദ്ദേഹത്തിന് അറിയാം. ആ പ്രതിരോധമാണ് കേരളത്തിൽ പൊതുവെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇടയുള്ള എതിർപ്പ് കുട്ടികൾ പ്രകടിപ്പിക്കുന്നത് കുട്ടികൾക്ക് ദൂഷ്യമാണ്. ഏതായാലും Z+ കാറ്റഗറിയിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ലഭിച്ചു. CRP ആണ് അത് നടപ്പാക്കുന്നത്. അതിന് ടെക്നിക്കലായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതൊന്നും കാര്യമില്ല. ഏതായാലും Z+ കാറ്റഗറി ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർക്കും ഇന്ത്യൻ പ്രസിഡൻറ്റിനും ഒക്കെ കൊടുക്കുന്ന അതേ ലെവലിൽ ഇദ്ദേഹത്തിനും കൊടുത്തു. 55 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് ആംബുലൻസ് വാഹനമുണ്ടാവും, ഫയർഫോഴ്സിൻ്റെ വാഹനം ഉണ്ടാവും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടെയാണ് അദ്ദേഹം ഗവർണർ മൂവ് ചെയ്യുന്നത്. ഇപ്പം പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് കേട്ടു, 356 ഇത് പിരിച്ചുവിടാനുള്ള നീക്കമാണ്. അതാണ് ഗവർണർ ഉണ്ടാക്കുന്നത്. ഗവർണർ ഈ ലോ ആൻഡ് ഓർഡർ പ്രശ്നവും അദ്ദേഹത്തിനുള്ള ത്രെട്ടും ഇവിടെ അതൊക്കെ നടപ്പാക്കുന്നത്, അതൊക്കെ പ്രതിരോധിക്കുന്നത് ഇവിടെ ഗവർണർ ഭരണം വരുത്താൻ 356 ഭരണഘടന ആ വകുപ്പനുസരിച്ച് ഗവൺമെൻറ്റിനെ പിരിച്ചു വിടും. അങ്ങനെ ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. പല വ്യക്തികളും രാഷ്ട്രീയമായ രീതിയിൽ സംസാരിക്കുന്നവരൊക്കെ അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അതൊന്നുമല്ല വരുന്നത്. 356 ഉണ്ടാവില്ല. അത് ഒരിക്കലും രാഷ്ട്രീയപരമായ കാരണത്തിൽ പിരിച്ചുവിടത്തില്ല. ഈ ഗവൺമെൻറ് ഭരിക്കുന്നെങ്കിൽ 5 വർഷവും ഭരിച്ച് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലെ ഈ പാർട്ടിയെ നിരോധിക്കാനുള്ള നീക്കം ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് ശ്രദ്ധിക്കണം. മതേതരത്വം പറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലെ
പാർട്ടി തന്നെയാണ് CPM-ഉം. പക്ഷേ നീക്കങ്ങൾ വളരെ ക്ലവറായിട്ട് സെൻട്രൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയിൽ 356 തീർച്ചയായിട്ടും ഇവിടെ ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടില്ല. ഗവൺമെൻറ് ഭരിച്ച് മുന്നോട്ട് പോകും. സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ തന്നെ പോകും. അത് വലിയ വില കൊടുക്കേണ്ടി വരും ഇടതുപക്ഷ ഗവൺമെൻറ്. കാരണം വരുമാനം നിന്നു. അത് ഇവിടെ അടിയന്തരമായി പരിഹരിക്കേണ്ട സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കൊന്നും പണം തികയാതെ വന്നു കഴിഞ്ഞു. അത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ്റിന്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇന്ത്യയിൽ നേരത്തെ ഇവിടെ ഒരു റെയ്ഡ് നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിരോധിച്ചു. അതിനോട് അനുബന്ധമായ ഏകദേശം അതിൻ്റെ യൂത്ത് വിങ് ഉൾപ്പെടെ 14 സംഘടനകളെയാണ് അന്ന് നിരോധിച്ചത്. ആ പോപ്പുലർ ഫ്രണ്ടിലെ ആൾക്കാർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതിയിട്ടാണ് ഒരു NIA റെയ്ഡ് ഇന്ത്യ മുഴുവൻ നടപ്പാക്കി. അതിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് ഒരു റെയ്ഡ് നടന്നത്. 14ഓളം സ്റ്റേറ്റുകളിൽ ആ റെയ്ഡുണ്ടായി. കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ റെയ്ഡ് നടന്നത്. ആ പാർട്ടിയെ നിരോധിച്ചു. അതിനെ ആൾക്കാരെ സംസ്ഥാന ഗവൺമെൻറ്റാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പം ഈ പാർട്ടിയെ നിരോധിക്കാനുള്ള നീക്കമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പിരിച്ചുവിടാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് വരുന്നതും BJP ഗവൺമെൻറ് അവർക്ക് വരുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അതിലും ഭേദം LDF ഗവൺമെൻറ്റാണ്. പക്ഷേ LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവർണർക്കെതിരായി അതിശക്തമായ നടപടി വരുമ്പം അത് BJP ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ അക്രമവാസനകളെല്ലാം നിരോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പാർട്ടിയെ തന്നെ നിരോധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു.